നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്ങാട്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് ടൗൺ കൂത്തുപറമ്പ് ടൗൺ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് എത്തുന്ന സ്ഥലമാണ് കൂത്തുപറമ്പ് ടൗൺ തന്നെ. പക്ഷേ അതിൻ്റെ നമ്മൾ മെയിൻ പട്ടണത്തിൽ എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലത്ത് നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്, അതായത് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഷോറൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ഉത്തരം പറയുന്ന വ്യക്തിക്ക് നൽകുന്ന സമ്മാനം സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്കൈ ഗോൾഡ്, അതായത് നമ്മുടെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ് അസോസിയേഷൻ്റെ ഓണം സ്വർണ്ണോത്സവം എന്ന് പറയുന്ന സമ്മാന പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ, അതായത് ഈ മാസം 31 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. 2 കോടിയുടെ സമ്മാനങ്ങളാണ്. ബമ്പർ സമ്മാനം എന്ന് പറയുന്നത് 100 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. അതായത് നമ്മളിപ്പം പറയുന്ന ഒക്ടോബർ 31 വരെ പർച്ചേസ്, ഓഗസ്റ്റ് 11 മുതൽ ഒക്ടോബർ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന വ്യക്തിക്കാണ് ആകർഷമായ സമ്മാനങ്ങൾ. മൊത്തം 2 കോടിയുടെ സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം 100 പവൻ സ്വർണ്ണമാണ്. അപ്പോൾ ഈ സ്വർണ്ണാവസരം നിങ്ങളായിട്ട് പാഴാക്കരുത്. സ്വർണ്ണം നിങ്ങളുടെ വീട്ടിൽ കൂടട്ടെ. അതിനായിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ നമ്മൾ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയൊരു ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മളിനി സ്കൈ ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഷോറൂമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പർച്ചേസായിട്ട് ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഷോറൂമാണ് കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഫാമിലി പർച്ചേസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നോക്കിക്കൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കൊന്ന് പരിചയപ്പെടാം. യെസ്, ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഓക്കെ, സാറിൻ്റെ പേരെങ്ങനെ? മഷൂദ്. എവിടെ സ്ഥലം എവിടെയാണ്? കണ്ണവം. ഓക്കെ, അത് ജോലി നാട്ടിലാണോ അതോ പുറത്താണോ? ബാംഗ്ലൂർ. കന്നഡ നന്നായിട്ട് പഠിച്ചോ? ഏകദേശം എത്ര വർഷമായി ബാംഗ്ലൂർ? 15 വർഷമായി. അങ്ങനെ ബിസിനസ്സാണോ ഇവിടെ എങ്ങനെ, അല്ലെങ്കിൽ ബിസിനസ്സാണ്? ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗോൾഡ് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും വിശേഷ കല്യാണം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വിശേഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗോൾഡ് എടുക്കാൻ വന്നതാണോ എങ്ങനെയാണ്? ഒന്നുമില്ല, ഇവിടെ പാർസൽ മാറ്റാൻ വേണ്ടി വന്നതാണ്. ശരി, ഓക്കെ. എന്താ ഭാവിയുടെ പേരെന്താ? ഇവിടെ ഇരിക്കുന്ന ഭാവിയുടെ പേര് ഐഷുകുട്ടി. ഹായ്. ഓക്കെ, മോൻ്റെ പേരെന്താ? ഉറക്കെ പറ, കേട്ടില്ല. ഇപ്പൊ കഴിക്കുന്ന കോഫിയാണോ ചായയാണോ? നല്ല മധുരം ഉണ്ടോ? മോൻ വീട്ടിൽ നിന്ന് കൂടുതലും കഴിക്കുന്നത് കോഫിയാണോ ചായയാണോ? ചായ. ഇവിടുന്ന് കഴിക്കുന്നത്? അപ്പൊ ഇഷ്ടം കോഫിയാണോ ചായയാണോ? അപ്പൊ ഇനി വീട്ടിൽ പോയാൽ ചായ കുടിക്കോ കോഫി കഴിക്കോ? അപ്പൊ പോകുമ്പോ എന്തോ പറയും? കോഫി വാങ്ങുമെന്ന് പറയില്ലേ? ആരോട് പറയും? ഉമ്മയോട് പറയും, ഉപ്പയോട് പറയും? ഉപ്പയോട് എന്ത് പറയും? ഇന്നെന്ത് പറയും? ഇപ്പൊ ഇവിടുന്ന് പറയും എന്ത് വേണമെന്ന് പറയും? ഇന്ന് പറയും എന്താ പറയാ? കോഫി വേണമെന്നോ? ശരി. എവിടെയാ പഠിക്കുന്നവൻ? ബ്രണ്ണൻ. ഇവിടെ തന്നെ. ആഹാ, പാട്ട് പാടുവാ? കോഫി, നല്ല ചൂട് കോഫി കഴിക്കുമ്പോൾ ഒരു പാട്ട് പഠിക്കുമോ? പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം മോനെ? ആരാ ഉണ്ടേ? പഠിച്ച് വലിയ ആളാവുമ്പോ? അതൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, കുറച്ചും കൂടി ആവട്ടെ എന്ന് തീരുമാനിക്കും അല്ലേ? ഓക്കെ. മാഡത്തിന്റെ പേരെങ്ങനെയാ? സ്വന്തം സ്ഥലം എവിടെയാണ്? കണ്ണൂർ. ജോലി ചെയ്യുന്നുണ്ടോ? ഒന്നും. ഓക്കെ, അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്നൊരു സ്പെഷ്യൽ സമ്മാനം കൂടിയുണ്ട്. വളരെ ചെറിയ ചോദ്യമാണ്. അതായത് പേര് പല ആൾക്കും പല രീതിയിലാണ് പേരുകൾ ഉണ്ടാവുക. ആ പേരിന് ഓരോ പേരിനും അതിൻ്റേതായ അർത്ഥമുണ്ട്, വലിപ്പമുണ്ട്, ഒക്കെയുണ്ട്. അപ്പം എൻ്റെ ചോദ്യമാണ്, ഒരളവിൽ തുടങ്ങുന്ന പേര് ഏതാണ്? പല ആൾക്കുള്ള പേരാണ്, പക്ഷെ പേര് തുടങ്ങുന്നത് ഒരളവിലാണ്. എങ്കിൽ ഏതാണ് ആ പേര്? അറിയില്ല. മാഡത്തിന് അറിയോ? രക്ഷയില്ല. അപ്പോൾ എന്തായാലും നടക്കട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മൾ കണ്ണവത്തുള്ളൊരു ഫാമിലിയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. അദ്ദേഹം ഇപ്പം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. മോനോട്ട് നമ്മൾ സ്മാർട്ടായിട്ട് സംസാരിച്ച് കോഫിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സ്മാർട്ടായി സംസാരിച്ച് ചോദിച്ച ചോദ്യം, ഒരളവിൽ തുടങ്ങുന്ന പേര്. ചില ആളുകളുടെ പേരാണ്, ആ പേര് തുടങ്ങുന്നത് ഒരളവിലാണ്. നമ്മളിപ്പോൾ ഇവിടെ ചോദിക്കാൻ കാണിച്ചാൽ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ പാദസരം ആയിക്കഴിഞ്ഞാലും
വളയായി കഴിഞ്ഞാലും മോതിരമായി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് പറ്റുന്ന സൈസിലുള്ള അളവിലുള്ള സൈസിലുള്ള അളവിലുള്ള പിന്നെ ആഭരണങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇപ്പം സ്കൈ ഗോൾഡൻ ഡയമണ്ട് കൂത്തുപറമ്പുള്ള ഷോറൂമിൽ പർച്ചേസിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അതായത് നമ്മുടെ എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഒരു സഹോദരി, അതായത് കല്യാണത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു മണവാട്ടി പെണ്ണ്, കല്യാണ പെണ്ണ് ആണ്. ഓക്കെ, എൻ്റെ കൂടെയുള്ളത്. അവരുടെ പേരെങ്ങനെയാണ്? ഹെബ. ഹെബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കും എന്താ അതിൻ്റെ മീനിങ് എന്താ? എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സമ്മാനം. ഓക്കെ, സമ്മാനം. ഞാൻ സമ്മാനം തരാം. ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരുന്നുണ്ട്. ഓക്കെ, സ്വന്തം സ്ഥലം താമസിക്കുന്നത് എവിടെയാണ്? മെരുവമ്പായി. ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന വരന്റെ പേരെന്താണ്? ഷാക്കിർ. അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? വയനാട്ടിൽ എവിടെ? തലപ്പുഴ. ഓക്കെ, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എവിടെയാ? ദുബായിലാണ്. അദ്ദേഹം കല്യാണം അപ്പൊ ഡേറ്റ് എപ്പോഴാണ് കല്യാണം? നവംബർ 3. ഇതിപ്പോ ഒക്ടോബറായി. അപ്പോൾ ഏകദേശം ഒരു മാസം ഉണ്ട് അല്ലേ? നവംബർ 3 അപ്പോൾ ഇൻഷാ അല്ലാഹ് അഡ്വാൻസ് ആയിട്ട് വിവാഹ ആശംസ നേരെയാണ്. നമ്മുടെ കണ്ണൂർ വിഷൻ്റെയും കൊസ്രാക്കുളോടെയും വിവാഹ മംഗളാശംസ നേരെയാണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളും എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകേണ്ട രീതിയിൽ പിന്നെ പാസ്പോർട്ടൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് എന്താ? കല്യാണം കഴിഞ്ഞാൽ പുള്ളിക്കാർ ഗൾഫിലല്ലേ? നാട്ടിലുണ്ട്. ശരി. ഇപ്പൊ കൂടെ ഇപ്പം പിന്നെ സ്വർണ്ണൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൂടെ ഇപ്പം ആരൊക്കെ വന്നേ? ഉമ്മാമേന്റെ പേരെന്താ? റുക്യ ഉമ്മാമ. പിന്നെ ഒരാളെ പേര് ആരെ? നീ മോനിങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. മോന്റെ പേര് പറഞ്ഞേ. മുഹമ്മദ് ആഫിൽ. യെസ്. മുഹമ്മദ് ആഫിൽ ആരാണ് നിങ്ങളുടെ? കാർന്നോറമോൻ. മോനെ ഇതാരാ? ഹിബ അല്ലെ ഹിബ താത്ത? ആരാ? ഹിബ എന്നാണ് വിളിക്കുക, താത്താന്ന് വിളിക്കുന്നത്? ഹിബ എന്ന് വിളിക്കും. ഓക്കെ, മൊത്തം എത്ര ആൾ വന്നു? മൊത്തം എത്ര പേര് വന്നു? 1 2 3 4 5 6 ആറ്. അപ്പൊ 6 ആൾ. ഇപ്പം മോനടക്കം 6 ആളാണോ? അല്ലേ? 6 ആൾ. എങ്കിൽ 5 പേരെന്ന് പറഞ്ഞു. നിങ്ങളെ കൂടാതെ 5 പേര്. 5 പേര് പറയും. അത് നിങ്ങളുടെ കൂടെ വന്ന 5 പേര്. വലിയ ആള്. 5 പേര്. അഫീഫ എന്ന് പറഞ്ഞ ആരാ? നിങ്ങളുടെ ആരാ? കാർന്നോറ വൈഫാണ്. പിന്നെ അടുത്ത ആള് അഫ്സീന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരാ? കാർന്നോറ വൈഫ്. പിന്നെ സാജിദ എന്ന് പറഞ്ഞാല് ഉമ്മാന്റെ അനിയത്തി. പിന്നെ ഉമ്മ. ഓക്കെ, ഉമ്മയുടെ പേര് സെറീന. ശരി. അപ്പോൾ നമ്മൾ മൊത്തം നമ്മുടെ ഫാമിലിയെ പരിചയപ്പെട്ടു. വിവാഹ മംഗളാശംസകൾ നേരുന്നു. അതിൻ്റെ പർച്ചേസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉമ്മമാരും അവരൊക്കെ തീരുമാനിക്കുന്ന സ്വർണ്ണാഭരണം അണിഞ്ഞു വേണം നമ്മൾ എന്താ പറയുക പിന്നെ കല്യാണം തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേറെ ഹോബീസ്? ഭക്ഷണമൊക്കെ നന്നായിട്ട് പാചകം ചെയ്യാനൊക്കെ അറിയോ? എങ്ങനെയാണ്? ഭക്ഷണം പാചകം ചെയ്യാൻ പഠിച്ചോ? അല്ല, അത് ചോദിക്കുന്നില്ല. ഇവിടെ കൂടെ വന്ന ആൾക്കാർ നല്ല കമന്റ്സ് നന്നായിട്ട് അറിയാം എന്താ പറയുന്നുണ്ട്. എല്ലാം പഠിച്ചോ? ഏതായാലും ഭക്ഷണം അത്യാവശ്യം. നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എന്തൊക്കെയാ? ചായ. സിമ്പിൾ. ഒരു കാര്യം ചെയ്ത് നമ്മളെ പുതിയ പെണ്ണ് ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ആദ്യം പഠിക്കാം. എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്? ആദ്യം പാത്രത്തിൽ പാൽ ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. പാലിൽ വെള്ളം ചേർക്കുക. കുറച്ച് പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ചൂടാക്കി പിന്നെ ഓഫാക്കുക. ചായ ഒരു ഗ്ലാസ് എടുക്കട്ടെ കുടിക്കാൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോ വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കാന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ആശംസയാണ്. ചെറിയ ചോദ്യം, ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു റിങ്, ഒരു മോതിരം നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തടിച്ച ആൾക്കാരൊക്കെയാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള മോതിരം വേണം. അപ്പം നിങ്ങളിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ചെറിയ മോതിരം മതി അല്ലേ? അതിപ്പോൾ നമ്മൾ പാദസരമായി കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ ഓരോ അളവിലാണ് നമ്മൾ ജ്വല്ലറി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആഭരണമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചോദ്യമാണ്, ഒരളവിൽ തുടങ്ങുന്ന പേരേതാണ്? ചില ആളുകൾക്കുള്ള പേരാണ്, പക്ഷേ ഒരു അളവിലാണ് പേര് ആരംഭിക്കുന്നത്. എങ്കിൽ ഏതാണ് പേര്? ഒരളവിൽ തുടങ്ങുന്ന പേര്. വളയല്ല, ഇത് ആഭരണമല്ല, ആൾക്കാർക്കുള്ള പേരാണ്. അരവിന്ദോ? ആരാ പറഞ്ഞെന്നെ? ഇപ്പൊ എന്താ പേര്? അമ്മായി അവിടെ നിന്ന് എന്തോ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മായി കാര്യം എന്തോ എന്ന് പറഞ്ഞു കൊടുത്തു. അത് നേരെ അമ്മായി മണവാട്ടിക്ക് പറഞ്ഞു കൊടുത്തു. മണവാട്ടി നേരെ ഇങ്ങോട്ട് പറഞ്ഞു.
ഞാനൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ കൂടി എല്ലാവിധ വിവാഹ മംഗളാശംസ നേരെയാണ്. ഈ പർച്ചേസ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിനി അടുത്ത ടീമിനെ പരിചയപ്പെടാം. അതായത് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ ഉത്തരം പറയുന്ന ആൾക്ക് എൻ്റെ കഴുത്തുള്ള ആഭരണം അഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇത് അഴിച്ചു കൊടുത്താൽ നയാ പൈസ കൊടുക്കില്ലെങ്കിൽ ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. അതതിൻ്റെ സപ്പോസ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. ഓക്കെ, യെസ്. അമ്മോളുടെ പേര് ഫിയ കുട്ടി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്. ഏത് സ്കൂളാണ്? മക്തൂമിയ. അതെവിടെയാ സ്കൂള്? കുട്ടിക്കുന്ന്. ഈ കുട്ടിക്കുന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? ഇവിടെ തന്നെ കുട്ടിക്കുന്ന്, നിർമ്മലഗിരി ഇല്ലേ? നിർമ്മലഗിരി. ഓക്കെ. അമ്മോളുടെ പേരെന്താ? എത്ര ക്ലാസ് നമ്മൾ പഠിക്കുന്നത്? UKG. സ്കൂളിന്റെ പേരെന്താ? അതവിടെ മോള് പഠിക്കുന്ന സ്കൂളിന്റെ അതേ സ്കൂൾ തന്നെയാണ്. യൂണിഫോം മാറ്റാണ്. ഓള് UKG-ലായോണ്ട് ഓക്ക് വേറെ, ഞാൻ 7th-ലായോണ്ട് യൂണിഫോമാണ്. ഈ എല്ലാ ദിവസവും യൂണിഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം യൂണിഫോം നിർബന്ധമില്ലാത്ത ദിവസമുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അല്ലേ? എല്ലാ ദിവസവും യൂണിഫോം വേണം. കാരണം വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ആ യൂണിഫോം ഇടാതെ വരാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികളെ കൃത്യമായി അല്ലേ സ്കൂളിൽ പോകുന്നുണ്ട്, ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എന്നാ ടാഗ് കൊടുക്കുന്നതും സ്കൂൾ യൂണിഫോം ഒക്കെ ഉണ്ട് അല്ലേ. പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം? ഡോക്ടർ. ഓക്കെ, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ആർക്ക് ആഭരണം എടുക്കാനാണ് വന്നേ? എന്താ വിശേഷം? എൻ്റെ ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, എപ്പോഴാണ് ബർത്ത്ഡേ? എപ്പോഴാണ്? ഒക്ടോബർ 18. ഓക്കെ, അപ്പോൾ ഏതായാലും ഒക്ടോബർ 18 തീയതിയാണ് മോളുടെ ജന്മദിനം. അപ്പോൾ എല്ലാവിധ ജന്മദിനാശംസകളും കണ്ണൂർ വിഷനും കുസ്രാക്കോളിയും നേരുകയാണ്. ഓക്കെ, കൂടെ വന്നിരിക്കുന്ന ഉമ്മയാണ്. പേരെന്താ? പേര് പറയൂ. ഓക്കെ, നടക്കട്ടെ. റുക്കിയ. ഓക്കെ, പാട്ട് പാടുമോ? രണ്ടുപേരും പാടാറില്ല. ഈ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കാറുണ്ടോ? പ്രസംഗത്തിലേക്കും. വെരി ഗുഡ്. അത് കോച്ചിങ് ആരംഗമുണ്ടോ പ്രസംഗത്തിലൊക്കെ? സ്വന്തമായിട്ട് തന്നെ. വെരി ഗുഡ്, നല്ല കാര്യമാണ്. കാരണം പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പഠനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നന്നായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന സംഭവമൊക്കെയാണ് പ്രസംഗ മത്സരമൊക്കെ. അപ്പോൾ ചെറിയ ചോദ്യം, മോള് പാട്ട് പാടില്ലേ? പാടില്ല. ചെറിയ ചോദ്യമാണേ. അതായത് ഇപ്പം നമ്മളിപ്പം അതായത് മോൾക്കുള്ള ഡ്രസ്സ് മോളുടെ അളവിൽ തയ്ച്ചില്ലെങ്കിൽ മോൾക്കിടാൻ പറ്റില്ല അല്ലേ? വാവയുടെ അളവിലാണ് തയ്ച്ചെങ്കിൽ മോൾക്കിടാൻ പറ്റും ഇല്ല. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ബോഡിക്ക് അനുസരിച്ച് വേണം നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ വേണ്ടി. അളവ് വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഒരളവിൽ തുടങ്ങുന്ന പേരേതാണ്? ഓക്കെ, ഇരുന്നോളൂ. ഓൾ ദി ബെസ്റ്റ്. കാണാം. നമ്മൾ കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം എന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമ്മാനം ഉത്തരം പറയുന്ന വ്യക്തികളുള്ള 2 സമ്മാനമാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഓണം സ്വർണ്ണോത്സവം എന്ന് പറയുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ കേരള ഗോൾഡൻ ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പരിപാടിയാണ്. ഓഗസ്റ്റ് 11 മുതൽ ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന മെഗാ സമ്മാന പരിപാടിയാണ്. 2 കോടിയുടെ സമ്മാനങ്ങളാണ്. ബമ്പർ സമ്മാനം 100 പവനാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരിക, പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആളുടെ അരികിലേക്ക് പോകാം. ഇപ്പം എൻ്റെ കൂടെ നമ്മുടെ സ്കൈ ഗോൾഡിൻ്റെ മിൻഷാ സാറാണ് ഇപ്പോൾ കൂടിയുള്ളത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓണം സ്വർണ്ണോത്സവം എന്ന് പറഞ്ഞ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 മുതൽ ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന ബമ്പർ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ഈ മാസം ഇപ്പം നമ്മൾ ഈ മാസം ലാസ്റ്റാണ്, ഒക്ടോബർ ലാസ്റ്റാണ് നമ്മുടെ ഈ ടൈം എന്ന് പറയുന്നത്. മൊത്തത്തിൽ എങ്ങനെ ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയുണ്ടായിരുന്നു? ഇപ്രാവശ്യത്തെ ഓണം പരിപാടി നമ്മൾ ഗംഭീരമായിട്ട്, അതായത് നമ്മളോട് ഒരുപാട് കസ്റ്റമേഴ്സ് സഹകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കളക്ഷൻസിലൊക്കെ നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണാവാം നമ്മൾ ഈ കൂത്തുപറമ്പിൻ്റെ ഏറ്റവും വലിയൊരു ഷോറൂമായി മാറിയപ്പോൾ അത് നമ്മളെ എല്ലാ കസ്റ്റമേഴ്സും നമ്മളെ ഒരു നല്ല രീതിയിലാണ് നമ്മളെ കണ്ടത്. അതിൻ്റെ ഒരു ബിസിനസ്സും അതിൻ്റെ ഒരു മാറ്റങ്ങളും ഒരുപാട് നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും നമ്മൾ ഓരോരോ പുതുമയായിട്ടുള്ള കളക്ഷൻസും ലൈറ്റ് വെയ്റ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസൊക്കെയാണ് നമ്മൾ ഈ ഒരു അടുത്ത സീസണിലേക്ക്, അതായത് ഇനി കല്യാണ സീസണാണ് വരാൻ പോകുന്നത്, അപ്പോഴേക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നമ്മളെ എല്ലാ കസ്റ്റമേഴ്സിനോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മളോട് സഹകരിച്ചതിന്, എല്ലാ ചാനലിലും. അതേപോലെ തന്നെ സ്പെഷ്യലി കണ്ണൂർ വിഷൻ ചാനലിലും നിങ്ങളോടും എല്ലാവരും
ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ സ്കൈ ഗോൾഡ് മൊത്തം ഇവിടെ നമ്മൾ കൂത്തുപറമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി? കൂത്തുപറമ്പ് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ഒരു 4 month ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഴയ ഷോറൂമിൽ നിന്ന് പുതിയ ഷോറൂമിലേക്കാണ് ഇപ്പോൾ വന്നത്. അതായത് കൂത്തുപറമ്പിൽ ഏറ്റവും വലിയ ഷോറൂമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. കളക്ഷൻ ആയാലും നമ്മളെ പാർക്കിംഗ് സൗകര്യമായാലും എല്ലാത്തിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അതാണ്. കാരണം മറ്റൊന്ന് വെച്ചാൽ നമ്മൾ ടൗൺ ഏരിയയിൽ നിന്ന് വാഹനം എങ്ങോട്ട് വെക്കണം, എങ്ങനെ പോകണം എന്നുള്ളൊരു പിന്നെ മൊത്തം ഒരു പ്രശ്നത്തിൽ നമ്മളുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് തിരക്കൊഴിഞ്ഞ് നല്ല കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പാർക്ക് ചെയ്ത് സമാധാനത്തോടു കൂടി ഒരു അധികം ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കണ്ടുപിടിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം. കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ വന്ന് പർച്ചേസ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ പർച്ചേസ് ചെയ്യാനുള്ളതാണ് നമ്മളെ സൗകര്യം. അത്രയും നല്ലൊരു സൗകര്യമാണ് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പുതിയ നമ്മുടെ കസ്റ്റമേഴ്സിന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന പുതിയ സംഭവം കൂടി ഉണ്ടട്ടെ. എന്തോ ഒരു കാര്യമുണ്ടതാ അതിലേക്ക് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോളൂ. എന്താണ്? അതായത് സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു സംരംഭം കൂടിയായിട്ടുള്ള നമ്മളെ നാച്ചുറൽസ്, അതായത് ബ്യൂട്ടി പാർലർ നമ്മളെ ഫ്രാഞ്ചൈസി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി രണ്ടും കൂടിയാണ്, അതായത് സ്വർണവും കൂടി അണിയാം, അതിനുപരി നമ്മൾ എല്ലാവരെയും ഒരു ഭംഗിയും കൂടി കൂട്ടാന്നുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ടൈം എപ്പം നെക്സ്റ്റ് വീക്കാണ് അതിൻ്റെ ഉദ്ഘാടനം വരുന്നത്. അത് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കും, എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ തീർച്ചയായും. എന്തായാലും സൗന്ദര്യത്തിൻ്റെ രണ്ട് ഭാവം. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്യൂട്ടി സൗന്ദര്യവർദ്ധന സംഭവം. ഇത് രണ്ടും ഒരുമിക്കുകയാണ് നമ്മുടെ കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ ഒരു ബ്യൂട്ടി പാർലർ സെക്ഷൻ, നാച്ചുറൽ ബ്യൂട്ടി പാർലർ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരു യാത്രയ്ക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് നടക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ സ്കൈ ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഷോറൂം നമ്മൾ 3 ഫാമിലിയോടാണ് നമ്മൾ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതിൽ ഒരു ടീം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള സമ്മാനമായിട്ട് അങ്ങോട്ട് പോവാണ്. കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം എന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രിച്ചത്. 3 ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആ ഒരു ഫാമിലി ആദ്യം പരിചയപ്പെട്ട്, രണ്ടാമത് ഫാമിലി വേറെ 2 കുട്ടികൾ, അങ്ങനെ 3 ടീമിനാണ് പരിചയപ്പെട്ടത്. അതിൽ നിന്ന് ഒരു ടീമാണ് നമ്മുടെ ചോദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ചോദ്യമായിരുന്നു, അതായത് ഒരളവിൽ തുടങ്ങുന്ന പേര് ഏത് എന്നാണ് ചോദ്യം. ഒരളവിൽ തുടങ്ങുന്ന പേര്. ആ ചോദ്യം ചോദിക്കാൻ കാരണം നമ്മളിവിടെ ഒരുപാട് അളവിലുള്ള ആഭരണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് ഒരളവിൽ തുടങ്ങുന്ന പേര് ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടി കാരണം. അപ്പോൾ അതിൻ്റെ ഉത്തരം മണവാട്ടിക്ക് ഒരാൾ പറഞ്ഞു കൊടുത്തു. അയാളാണ് ഈ നിൽക്കുന്ന ആൾ. അപ്പോൾ ഈ നിൽക്കുന്ന ആളായിരുന്നു നിങ്ങളുടേത്? എന്താണ് കാർണോറ വൈഫിൻ്റെ പേര്? അഫീഫ. ഓക്കെ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? നെരുവമ്പയാണ്. ടീച്ചറാണ്. അത് എവിടെയാണ് ടീച്ചറെ? ഏത് സ്കൂളിലാണ്? മൂന്നാം മീഡിയം സ്കൂളിൽ. എത്ര വർഷമായി ടീച്ചറായിട്ട്? 3 വർഷമായി. ഓക്കെ. അപ്പോൾ ഈ ഉത്തരം ടീച്ചറിനെ കണ്ടുപിടിച്ചാണോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞതാണോ? അത് മാത്രം പറയില്ല അല്ലേ? കുഴപ്പമില്ല. ആരൊക്കെയോ പുറകിന് ടാറ്റ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ടാറ്റ പറയുന്നില്ല, കാറ്റ് കിട്ടാൻ വേണ്ടി. ഇവിടെ മൊത്തം AC ആണ്, ഇങ്ങനെ ടാറ്റ മേടിക്കാൻ. ഓക്കെ. അപ്പോൾ എന്താ ഉത്തരം എന്താണ്? അരവിന്ദൻ. അതിലെവിടെ അളവുള്ളത്? അരപ്പവൻ പൊന്നുകൊണ്ട് അരയിൽ ഒരു ഏലസംഘ പാട്ടൊക്കെ ഉണ്ട്. കറക്റ്റ് ആൻസർ, അതായത് അരവിന്ദൻ അല്ലെങ്കിൽ അരവി അല്ലെങ്കിൽ അരവിന്ദാക്ഷൻ, ഇതൊക്കെ പേരെന്ന് പറയുന്നത് നമ്മൾ അര എന്ന് പറഞ്ഞാൽ 1, അര, കാല്, മുക്കാലൊക്കെയാണ് നമ്മൾ അളവ് എന്ന് പറയുന്നത്. അപ്പം അര എന്ന് പറയുന്ന ഒരു അളവാണ് അത്. അപ്പോൾ അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പേരാണ് അരവിന്ദാക്ഷൻ അല്ലെങ്കിൽ അരവി അല്ലെങ്കിൽ അതുപോലെ അരവിന്ദൻ, അരവിന്ദാക്ഷൻ, അരവി, നമ്മുടെ കണ്ണൂർ വിഷൻ ചാനൽ. അപ്പോൾ ഉത്തരം പറഞ്ഞാക്കുള്ള സമ്മാനം വേറെ സംഭവം കൊണ്ട് ഉത്തരം കണ്ട ഒരു ഗ്രാവില്ല. ഇത് ഉത്തുപാ സമ്മാനമുണ്ട്. അതായത് എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം. എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ എത്ര വർഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമ്മാനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം. മണവാട്ടിക്ക് ഇരിക്കട്ടെ. ഓക്കെ. പിന്നെ കൂത്തുപറമ്പിനെ സ്വർണ്ണമണിയിച്ച പുതുതായിട്ട് ബ്യൂട്ടി പാർലർ കൂടി ആരംഭിക്കാൻ വേണ്ടി പോകുന്ന കൂത്തുപറമ്പിന് സ്വന്തം സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം ടീച്ചർക്ക് ഇരിക്കട്ടെ. അപ്പോൾ ഒരു കൂടി എല്ലാവിധ വിവാഹ മംഗളാശംസകൾ അഡ്വാൻസ് ആയിട്ട്. പുള്ളിക്കാരനെ വിളിച്ചാൽ പറയാം കണ്ണൂർ വിഷൻ്റെ ആശംസ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. ഓക്കെ, യെസ്.
അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യം, പുതിയ മുഖങ്ങൾ, പുതിയ വിശേഷങ്ങൾ ആയിട്ട് വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടും. മറക്കാതെ വീണ്ടും കാണാം.